ഹായ് ആൾ. ഇപ്പോൾ ടൈം 8:59 AM. അതെ, ഞങ്ങൾ ഇന്ന് പോകുന്ന ട്രിവാൻഡ്രം സൈറ്റിലേക്കുള്ള നല്ല ഒരു വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പോട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ചട്നി മാമി. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ. ഇനി വിശേഷത്തേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതെൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ ഫോൺ എടുത്തതേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ എൻ്റെ മോള് ഫോൺ എടുത്തിട്ട് ഫുൾ ടൈം വീഡിയോ എടുപ്പായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ പിള്ളേർ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ. ശരിക്കും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. കാരണം അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വെക്കാൻ എനിക്ക് പറ്റിയാലല്ലേ. അങ്ങനെ ഇടയ്ക്കുന്നതും തടയ്ക്കുന്നതൊക്കെയാണ് പിന്നെ എടുത്തത്. അവൾ കാണാതൊക്കെയാണ് വീഡിയോ എടുത്തത്. അങ്ങനെ പറഞ്ഞ് നമ്മളിതാ ചട്നി മാമയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം നിങ്ങളിന്ന് ട്രിവാൻഡ്രം പോവുകയാണ്. അപ്പോൾ ആ വഴിയിലാണ്. ഏകദേശം ഇവിടുന്ന് ഇനി 40 minutes ഉണ്ട് ട്രിവാൻഡ്രത്തിന്. പക്ഷേ സത്യം പറയാലോ, ഞങ്ങൾ നേരത്തെ ഇറങ്ങി വന്ന് ബാഹുബലി ദോശ കഴിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ എന്താണെന്നറിയത്തില്ല, 8 മണിക്ക് ഇറങ്ങാൻ നോക്കിയിട്ട് ഇറങ്ങി വന്നപ്പോൾ 9 മണിയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 12:05. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ബാഹുബലി ദോശ ക്ലോസ്ഡ്. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, റിസർവേഷൻസ് ഒന്നും ഇല്ല, നിങ്ങൾ 12 മണിക്കുള്ളിൽ വന്നാൽ ബാഹുബലി ദോശ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 12:05. ഇത് വിശാല പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. അതൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചോ ഇനിയിപ്പോൾ ദോശ ഇല്ല, പിന്നെ ഇനി സദ്യ മാത്രമുള്ള എൻ്റെ പിള്ളേരുടെ കയ്യിൽ നിന്ന് വലിയ സദ്യ കഴിപ്പൊക്കെ കണക്കാം. അപ്പോൾ പറഞ്ഞു ഇല്ല, ചൈനീസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഫുഡാവുന്ന സമയത്ത് ചട്നി മാമി ഒന്ന് റൗണ്ട് അടിക്കാൻ. ഇതായിരുന്നു അതിൻ്റെ എൻട്രൻസ്. നല്ലൊരു സ്പേഷ്യസ് ഏരിയ ആണ് കേട്ടോ, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ചെറിയ ചാറ്റമഴയായിരുന്നു. ഫുൾ കുറേ നെഗറ്റീവ്സ് ആയിരുന്നു ഗൈസ്. അത് കാരണം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഒന്നും കൂടെ ഒന്ന് പോകണം. ഇതിപ്പോൾ ചെറിയ ചാറ്റൽ മഴയിൽ ഞങ്ങൾ നടന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ ഇറക്കാൻ പറ്റില്ല. ചാറ്റമഴയത്ത് നമ്മളെങ്ങാനും ഫോണുമായിട്ട് ഇറങ്ങിയാണല്ലോ, അപ്പം തന്നെ എൻ്റെ 2 പിള്ളേരും ചാടി ഇറങ്ങും. പിന്നെ ചുമ, അസുഖം, അതൊന്നും പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡ് തന്നെ പോയി ചട്നി മാമിക്ക് ഒരു റൗണ്ട് അടിച്ചു. ചട്നി മാമി നല്ല സ്പേഷ്യസ് ഒക്കെയാണ് കേട്ടോ. വേണമെങ്കിൽ ശരിക്കും മഴയില്ലാത്ത സമയമാണെങ്കിൽ പിള്ളേർക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു നല്ല ഹോൾ സൈഡിലുണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാത്വേ പോലെ. അവിടെ ഈ മഴ പെയ്യുന്നത് കാണാം. ചെറിയ ചാറ്റൽ മഴ കൂടി വരികയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ബാഹുബലി ദോശ മിസ്സായതിൻ്റെ ഒരു ചെറിയ വിഷമം ഞാൻ കൊണ്ടായിരുന്നു. പിന്നെ 3:30 തൊട്ട് ഇനി അവൈലബിൾ ഈവനിങ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ സമയത്ത് ട്രിവാൻഡ്രത്തുനിന്ന് പിന്നെ എത്തത്തില്ലല്ലോ. പിന്നെ ഞങ്ങളൊരു മേ ബി ഒരു 10 to 15 minutes നേരത്തെ വന്നിരുന്നെങ്കിൽ എന്താണെങ്കിലും കിട്ടിയതെന്ന് തോന്നുന്നു. 12 വരെയായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ 12:05. 8 o'clock ഇറങ്ങണമെന്ന് വെച്ചിട്ടാണ് 9 എത്തിയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോട്ടെ, തൽക്കാലം കുറച്ച് സീനറിയൊക്കെ എൻജോയ് ചെയ്തിട്ട് സദ്യ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞങ്ങളുടെ സദ്യ എത്തി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഫ്രൈഡ് റൈസും പനീറുമാണ് പറഞ്ഞത്. അത് കുറച്ച് തന്നെ വലിയ വെയിറ്റിംഗ് ടൈം എനിക്ക് തോന്നിയില്ല. പിന്നെ സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 3 പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സദ്യ കഴിക്കുന്ന പാടേ ഉള്ളൂ, കുറച്ച് ടൈം എടുത്ത് കഴിക്കണമല്ലോ. പക്ഷേ എൻ്റെ കുട്ടികളാണെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി ഭയങ്കര സ്ലോ ആയതുകൊണ്ട് അവർക്കും കൂടെ വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ പിന്നെ ഒരു ചൈനീസ് സദ്യയാണ് ഞാൻ കഴിച്ചതെന്ന് തോന്നുന്നത്. കുറച്ച് ചോറും പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് ഫ്രൈഡ് റൈസും ഇതാക്കണ്ട. പായസമൊക്കെ എല്ലാം ഒറ്റയടിക്ക് മേടിച്ചു. ചോറൊക്കെ തീരുന്നതിന് മുന്നേ തന്നെ പായസം മേടിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ സദ്യ ഇങ്ങനെ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഒരു അമ്മയുടെ രോധനം എന്ന് വേണം ഇതിനെ പറയാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ചില സ്ഥലത്തൊക്കെ കാണാറുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പോയി മണിയടിച്ച് എല്ലാവരും അറിയിപ്പിക്കാം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ തോന്നുന്നു. മണിയടിക്കുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ, ഹാപ്പി മീൽ ഹാപ്പി ഫീൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് ബോർഡ് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ഫുഡ് കഴിച്ച് കഴിഞ്ഞും പിന്നെ ഞങ്ങൾ 2 ചോക്ലേറ്റ് കൂടെ മേടിച്ച് കഴിച്ചു. മറ്റേ കുനാഫ ചോക്ലേറ്റ് ആൻഡ് ഓറിയോ ലോഡഡ് ചോക്ലേറ്റ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും, ഈ സദ്യയിൽ എങ്ങോട്ടാണ് പോയെന്ന്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കൊരു ഭയങ്കര ചോക്ലേറ്റ് ലവറാണ് ഞാനും എൻ്റെ പിള്ളേരും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ മേടിച്ച് അപ്പം തന്നെ ഞങ്ങൾ കഴിച്ച് തീർത്തു എന്ന് വേണം സത്യം പറഞ്ഞാൽ പറയാൻ. പുറത്ത് വെച്ചിട്ടുണ്ട്. 2-3 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിച്ച് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.